തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ ഞങ്ങളോട് രണ്ടാളോട് എടേ നമ്മുടെ അരിയണ്ണൻ ഈ ജന്മം ഒന്നും താഴെ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമ്മൾ ഇന്നലെ നമ്മളെടുത്ത് തൂക്കി, അത് കഴിഞ്ഞ് വേറെ കുറെ ചാനലുകാരെടുത്ത് തൂക്കി, ഇപ്പൊ നോക്കിയപ്പോ നമ്മൾ അഖിൽമാരാരോട് തൂക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും അഖിൽമാരാരും കഴിഞ്ഞ ശനിയാഴ്ച കണ്ട സമയത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞാനും, അഖിലിന് പറയേണ്ട കാര്യങ്ങൾ അഖിലും പറഞ്ഞു. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കും. സീക്രട്ട് ഏജന്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്തൻ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എല്ലാരും നോക്കിയിട്ട് ഞാൻ തന്നെ ഇപ്പൊ എത്ര വട്ടെടുത്ത് തൂക്കിക്കളഞ്ഞു. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ കളിയൊക്കെ തുടങ്ങി. താളവടി അതിന്റെ മാസ്റ്റർ പീസാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞാനും, അഖിലിന് പറയേണ്ട കാര്യങ്ങൾ അഖിലും പറഞ്ഞു. കണ്ണാടിയുടെ മുന്നിൽ നിന്നൊരു സിംഹത്തിന്റെ പടത്തെ നോക്കി കുറുക്കന് വെല്ലുവിളിക്കാം. ഈ കുറുക്കൻ എന്തും കാണിക്കാം. പാല വിഞ്ചിറങ്ങി റാസ്കൽ ബ്ലഡി ഫൂൾ മറ്റേതാ നിന്നെ വെട്ടും കുത്തും. ഇത് ഒരുത്തൻ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഓ എന്റെ പൊന്നോ കുറുക്കന്റെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേക്കുന്നത്. സിംഹത്തെ കാര്യം പടത്തിരിക്കുന്ന സിംഹത്തെ നോക്കിയാൽ വെല്ലുവിളിക്കുന്നത്. കേസിന് പോകണ്ട, വേറെ എവിടെയും പോകണ്ട. I'll show my real face. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായം ഇവ സിംഹത്തെ കണ്ടാൽ മറ്റേ മുള്ളി തൂറി ആ പരിസരത്ത് പോലും പോവാതെ ഓടും. അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു, ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ശരിയാ, അത് ശരിയാ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി, സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശെന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. അരി മേടിക്കണം, കാറിൽ കയറിയിരുന്ന് കൊണകൊണ്ണ അടിക്കണം. അതാണ് ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷവും അരിയണ്ണ തദൈവ കളിക്കുന്നത്. ആ അഖിൽ മാലാർ എന്ന് പറഞ്ഞ വ്യക്തി പോയിരിക്കുമ്പോൾ അതിൽ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തി ചുക്കിനോ ചുണ്ടാമിനോ പറ്റുന്ന ഒരുത്തനായതുകൊണ്ടാണല്ലോ എന്റെ ടോപ്പിക് അവിടെ വരുന്നത്. ആളുകൾ കലറിയൂ. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്യാണം. അത് നേരിട്ട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സാധനം വരും. അത് ഞാൻ അങ്ങ് മിഡിൽ ഈസ്റ്റിൽ എങ്ങാണ്ട് പോയ സമയത്ത് കൊടുത്തതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഇപ്പൊ കയറ്റി അടിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനമാണ്. വന്ന ടൈമിൽ തന്നെ എനിക്ക് അറിയാം ഇത് ഈ സാധനമാണോ വന്നേന്നുള്ളത്. കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ടത് പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. അതവനില്ല. അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക്. ഈ ദൃശ്യം കാണിക്കാൻ എന്നോട് നിർബന്ധിച്ചു നിർത്തി. ശവത്തിൽ കുത്തല്ലേ ചക്രവർത്തി.